ഇല്ലാഞ്ഞോണ്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ളതായ ഇനി ഞാൻ നമ്മുടെ കാര്യം പറയാം. ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ കുറ്റം പറയുകയല്ല. കർത്താവേ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചു തുടങ്ങുന്നത്. വേദപുസ്തകത്തിൽ പ്രമാണമുണ്ടോ കർത്താവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു തുടങ്ങാൻ? നമ്മളെ പ്രായമുള്ളവരല്ലേ? ഞങ്ങളുടെ സ്വർഗീയ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. മറ്റേത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, ശരിയില്ല. അപ്പം ഞാൻ പറഞ്ഞത് ദൈവത്തിൻ്റെ വചനം നമ്മൾ ശരിക്കും നമ്മളും പഠിക്കണം, നമ്മുടെ കുഞ്ഞുങ്ങളും പഠിക്കണം, അത് പാലിക്കണം. ഇനി ഞാൻ പറയാം, സൺഡേ സ്കൂളിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ ഈ ലോകത്തിലെ പല രാജ്യങ്ങളിൽ പോകുന്നുണ്ട്. അവിടെയൊക്കെ ചെല്ലുമ്പോൾ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: അടിസ്ഥാന വേദോപദേശങ്ങൾ എത്ര, ഏതെല്ലാം, എവിടെ പറഞ്ഞിരിക്കുന്നു? പറയുന്നവർക്ക് കാഷ് അവാർഡ് ഇതുവരെ കൊടുക്കേണ്ടി വന്നിട്ടില്ല. അപ്പം ഇത് ഞാൻ പെന്തക്കോസ്തിലെ കാര്യം പറയുന്നത്. അതുകൊണ്ട് നാമും നമ്മുടെ കുഞ്ഞുങ്ങളും നല്ലതുപോലെ ദൈവവചനം പഠിക്കുന്നവരാണ്. ഒരു കൊച്ചിനോട്, ഒരു യാക്കോബക്കാരി കൊച്ച്, ഒരു പെന്തക്കോസ്തുകാരി കൊച്ചിനോട് ചോദിച്ചു, കൊച്ചാ നിങ്ങളുടെ ഉപദേശം എന്തുവാ? കൊച്ചിന് അറിയത്തില്ല. അവിടെ പറഞ്ഞു ഞങ്ങളുടെ ചർച്ചിൻ്റെ ഉപദേശമാണ് ഞങ്ങളുടേത്. അവിടെ ചോദിച്ചാൽ നിങ്ങളുടെ ചർച്ചിൻ്റെ ഉപദേശം എന്തുവാ? അത് ഞങ്ങളുടെ ഉപദേശമാണ്. പക്ഷെ അത് എന്തുവാ? അത് രണ്ടും ഒന്നാന്നേ. ഇങ്ങനെയുള്ളതായ ഒരു വ്യവസ്ഥിതി നിലവിലിരിക്കുന്നത് കൊണ്ട് അതിന് മാറ്റം വരുവാൻ PCNAKയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന, അതിൻ്റെ അംഗീകാരമുള്ള ഒരേ ഒരു സംഘടനയാണ് SSNAK, സൺഡേ സ്കൂൾസ് ഓഫ് നോർത്ത് അമേരിക്കൻ കേരളൈറ്റ്സ്. എന്നാൽ ഇപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം 4 ഭൂഖണ്ഡങ്ങളിൽ ഉള്ളതുകൊണ്ട് കേരളൈറ്റ്സ് എന്നുള്ള വാക്ക് ഞങ്ങൾ മാറ്റിയിട്ട് SSNI എന്നാക്കിയിട്ടുണ്ട്. സൺഡേ സ്കൂൾ നെറ്റ്വർക്ക് ഇന്റർനാഷണൽ. അമേരിക്കയിലെ മിക്കവാറും മലയാളി സഭകളെല്ലാം ഈ പുസ്തകങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. UK ഉപയോഗിക്കുന്നുണ്ട്, ഓസ്ട്രേലിയയിൽ ഉപയോഗിക്കുന്നുണ്ട്, മിഡിൽ ഈസ്റ്റിൽ പല സഭകൾ ഉപയോഗിക്കുന്നുണ്ട്. മറ്റ് പല ഭാഷകളിലേക്ക്, ആഫ്രിക്കൻ ഭാഷയിലേക്ക്, ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ 4000 മണിക്കൂർ ചെലവാക്കിയാണ് ഞങ്ങളൊരു പുസ്തകം എഴുതിയത്. കരിക്കുലം എഴുതി ഉണ്ടാക്കി, റിസർച്ച് ചെയ്ത്, റീഡ് ചെയ്ത്, റൈറ്റ് ചെയ്ത്, കറക്റ്റ് ചെയ്ത്, എഡിറ്റ് ചെയ്ത്, ഇവാലുവേറ്റ് ചെയ്ത് അനുഗ്രഹീതരായ ദൈവദാസന്മാരിൽ എഴുതിയിട്ടുള്ളതായ ഈ പുസ്തകമാണ് ഇപ്പോൾ ഏത് പ്രായത്തിലുമുള്ളതായ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനായിട്ടുള്ളതായ പുസ്തകം ഞങ്ങൾക്കിന്ന് അവൈലബിൾ ആണ്. അതുകൊണ്ട് ഇത് കഴിയുമ്പോൾ ഈ പുസ്തകങ്ങൾ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരനായ പാസ്റ്റർ തമ്പി മാത്യു അവരുടെ ബുക്ക് സ്റ്റോളിൽ ഇതുണ്ട്. നിങ്ങൾ അവിടെ കടന്നു വന്ന് ഈ പുസ്തകം വാങ്ങിച്ചുകൊണ്ട് പോകണമെന്ന് ഓർപ്പിക്കുന്നു. ഇതിൻ്റെ അവസാനത്തെ പുസ്തകം എന്ന് പറയുന്നത് ഏറ്റവും നല്ല പുസ്തകമാണ്. ഇറ്റ് ഈസ് ഫോർ പാസ്റ്റേഴ്സ്. ഇതിനകത്ത് അപ്പോളജറ്റിക്സ് ഉണ്ട്, ഹോളി സ്പിരിറ്റ് ഗിഫ്റ്റ് മിനിസ്ട്രീസ് ഉണ്ട്, ക്രിസ്ത്യൻ ഫാമിലി ആൻഡ് മാരേജ്, കല്യാണം കഴിച്ചവർക്കും പോകുന്നവർക്കും ഉള്ളതായ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഈ 4 പുസ്തകങ്ങളും ഒരു സെറ്റാണ്. അതാവശ്യമുള്ളവർ വാങ്ങിക്കൊണ്ട് പോകണം. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ തിരിച്ചു വന്നാൽ പണം തിരിച്ചു, മണി ബാക്ക് ഗ്യാരണ്ടി. പക്ഷേ ഇതുവരെ കൊടുക്കേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങളത് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം. ഇതിന് സമയം അനുവദിച്ചത് പ്രിയപ്പെട്ടവർക്ക് നന്ദി പറയുന്നു. പക്ഷെ ഞാനൊരു സുവിശേഷ വേലക്കാരനായതുകൊണ്ട് ഒരു പേര് കിട്ടിയാൽ അതിനെക്കുറിച്ച് മാത്രം പറഞ്ഞിരിക്കുന്നത് ശരിയല്ല. കർത്താവിന്റെ ഇത് നീതിയല്ലല്ലോ. 6 ഭൂഖണ്ഡങ്ങളിലും സുവിശേഷമായി പോകുവാൻ ദൈവം എനിക്കിടയാക്കി. അതുകൊണ്ട് അങ്ങനെയുള്ള എനിക്ക് നിങ്ങളോട് 4 വാക്കുകൾ പറയാനുണ്ട്. അതോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ABCD എന്ന അക്ഷരം 4 അക്ഷരം അറിയുമ്പോഴല്ലോ. ഏതൊക്കെയാ? ABCD. A stands for availability and accountability. നീ ഇപ്പം അവൈലബിൾ അല്ലെങ്കിൽ, കൊടുക്കാനായാലും സ്നേഹിക്കാനായാലും പ്രസംഗിക്കാനായാലും അവൈലബിൾ അല്ലെങ്കിൽ അക്കൗണ്ടബിൾ ആയിട്ടൊരു ദിവസം വരുന്നുണ്ട്. അത് കാണുന്നത്. A അവൈലബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി. B ബിലീഫ് ആൻഡ് ബിഹേവിയർ. പെന്തക്കോസ്തുകാരനാണെന്ന് ബിലീവ് ചെയ്യുകയും അതിനനുസരിച്ച് ബിഹേവ് ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ അത് ശരിയാവില്ല. പിന്നെ C സ്റ്റാൻഡ്സ് ഫോർ ക്രോസ് ആൻഡ് ക്രൗൺ. ക്രൗൺ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, ക്രോസ് ഇഷ്ടമല്ല. 4മത്തേത് D ഡേഞ്ചർ ഓഫ് ഡ്രിഫ്റ്റിംഗ്. കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ, അല്ലെങ്കിൽ ഒഴുകിപ്പോകും, ഒഴുകിക്കളയും. അവൈലബിലിറ്റി, അക്കൗണ്ടബിലിറ്റി, ബിലീഫ് ആൻഡ് ബിഹേവിയർ, ക്രോസ് ആൻഡ് ക്രൗൺ, ഡേഞ്ചർ ഓഫ് ഡ്രിഫ്റ്റിംഗ്. ആ വാക്കുകൾ നിങ്ങളുടെ ഓർമ്മയിലിരിക്കട്ടെ. സമയം തന്ന പ്രിയപ്പെട്ടവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹങ്ങൾ പറയുന്നതുകൊണ്ട്